ദൈവനാമത്തിനെ മഹത്വപ്പെടുന്നതിനാകട്ടെ. ഒരിക്കൽ ഒരു സഭയായി ദൈവത്തെ പാടുവാൻ ദൈവം നല്ല കൂട്ടായി ദൈവത്തെ ശുശ്രൂഷിക്കാനായി നിൽക്കുമ്പോൾ ദൈവവചനം സംസാരിക്കേണ്ടോണം സംസാരിക്കാൻ വചനത്തിന്റെ വാതിൽ തുറക്കാൻ സഭയെന്ന് പറയുമ്പോൾ കാർത്തികമാണ് പ്രതീക്ഷിക്കും. കന്യായ ഞാൻ പറയുന്നത് എല്ലാം മക്കളും ആത്മാർത്ഥമായി ശുശ്രൂഷകളെ ഇതുവരെ യഥാർത്ഥതയോടെ അനുഗ്രഹിക്കപ്പെട്ടവർക്ക് എല്ലാ പ്രതികൂലങ്ങളിലും ദൈവത്തെ കാത്തിരിക്കാൻ കർത്താവ് നമ്മൾ പറഞ്ഞു. അങ്ങനെ വരങ്ങൾക്കായി കൈ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യാം. ഇന്നത്തെ രാത്രികാലത്ത് നമ്മളെ ഇന്നേക്കായിട്ട് 7-ാം വാക്യവും 11-ാമത്തെ വാക്യവും ദയവായി പറയാം. ദൈവത്തിന് സ്തോത്രം. അവർ മണ്ഡപത്തിന്റെ വാതിലുകൾ അടച്ചു, വിളക്ക് കെടുത്തി, വിശുദ്ധ മന്ദിരത്തിൽ ഇസ്രായേലിന്റെ ദൈവമായ ദൈവത്തിന് ധൂപം കാണിക്കാതെയും ഹോമയാഗം കഴിക്കാതെയും അതുകൊണ്ട് യഹോവയുടെ കോപം യെഹൂദയുടെയും യെരൂശലേമിന്റെയും മേൽ വന്നു. 11-ാം വാക്യം, എന്റെ മക്കളെ ഇപ്പോൾ ഉപേക്ഷ കാണിക്കരുത്, തന്നെ ശുശ്രൂഷിക്കേണ്ടതിനും തന്റെ മേൽ ധൂപം അർപ്പിക്കേണ്ടതിനും നിൽപ്പാനും തനിക്ക് ശുശ്രൂഷക്കാരായി ധൂപം കാട്ടുവാനും യഹോവ നിങ്ങളെ തിരഞ്ഞെടുത്തു. 2 ദിനവൃത്താന്തം 29-ാം അധ്യായം തുടങ്ങുന്നത് ഹിസ്കീയാ രാജാവിന്റെ ചരിത്രത്തോടെയാണ്. അതിന് പിന്നിലുള്ള 26, 27 അധ്യായങ്ങൾ, 28 അധ്യായങ്ങൾ കൂടി ഒന്ന് മുഖവരയായി പറയുകയാണ്. ഉസിയാ രാജാവിന്റെ ചരിത്രമാണ് 26-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഉസിയാ രാജാവിനെ കുറിച്ച് 2 ദിനവൃത്താന്തം 26-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിന്റെ അവസാനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവൻ പ്രബലനായി തീരുവാൻ തക്കവണ്ണം അതിശയമായി അവന് സഹായം ലഭിച്ചതുകൊണ്ട് അവന്റെ സ്തുതി ബഹുദൂരം പരന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ കണ്ണുദൃഷ്ടി ഒന്നുകൂടെ അത് പഠിക്കണം. അവൻ പ്രബലനായി തീരുവാൻ തക്കവണ്ണം അതിശയമായി അവന് സഹായം ലഭിച്ചതുകൊണ്ട് അവന്റെ സ്തുതി ബഹുദൂരം പരന്നു. ആരും സഹായിച്ചു? യഹോവയായ ദൈവമാണ് അതിശയമായി അവരെ സഹായിച്ചു. ആ സഹായം പ്രാപിച്ചിരിക്കെ 16-ാം വാക്യം, എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. അവന്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്തു. ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ കടന്നു. ശ്രദ്ധിക്കണം, ആദ്യത്തെ വാചകത്തിൽ അതിശയമായി സഹായം ലഭിച്ച ഒരുവനായിരുന്നു ഉസിയാ രാജാവ്. 2-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന് സ്തോത്രം, ആ സഹായമെല്ലാം മറന്നവൻ നിഗളിയായിരുന്നു. നിഗളിയായ ശേഷമായി പുരോഹിതന്മാർക്ക് മാത്രം ചെയ്യാവുന്ന ധൂപാർപ്പണം അവൻ ആലയത്തിൽ കയറി ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അസറിയ പുരോഹിതന്റെ നേതൃത്വത്തിൽ 80 പുരോഹിതന്മാർ അവനെ തടഞ്ഞു നിർത്തി. രാജാവാണെങ്കിലും തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, രാജാവേ, നിനക്ക് നീതമരുത് ചെയ്യേണ്ടത്. അപരിചിതരായ പുരോഹിതന്മാരാണ് ഈ ധൂപം അർപ്പിക്കേണ്ടത്. അതുകൊണ്ട് ഈ വേഗം ആലയത്തിൽ പൊയ്ക്കൊള്ളണം, നീ ചെയ്ത ലംഘനമാണ് എന്ന് പറഞ്ഞപ്പോൾ കയ്യിൽ ധൂപകലശിരിക്കെ ഉസിയാ രാജാവ് പുരോഹിതന്മാരോട് കോപിച്ചു. അവർ നോക്കി നിൽക്കെ ഒരു സംഭവം കൂടി ഉണ്ടായി. ഉസിയാ രാജാവിന്റെ നെറ്റിമേൽ കുഷ്ഠം പൊങ്ങുവാൻ തക്കവണ്ണം ഇടയായിരുന്നു. അവൻ കുഷ്ഠരോഗിയായപ്പോൾ പുരോഹിതന്മാർ വേഗം അവനെ ആലയത്തിൽ നിന്ന് പുറത്താക്കി. അവൻ ജീവപര്യന്തം ഒരു മുറിയിൽ അശുദ്ധനായി കിടക്കേണ്ടി വന്നു. ദൈവത്തിന് കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ,
ദൈവം അതിശയകരമായി നിനക്ക് വഴികൾ തുറന്നു തരുമ്പോൾ, അതിശയകരമായി നിന്നെ സഹായിക്കുമ്പോൾ, അറിയാത്ത രീതിയിൽ നിനക്ക് ദൈവം നമ്പുരാൻ അത്ഭുതമായ വഴികൾ വെട്ടിത്തുറന്നു തന്നപ്പോൾ, ചെങ്കടൽ സമാനമായ അവസ്ഥയിൽ ആഴിയുടെ ആഴത്തിൽ പാതയൊരുക്കി തന്നപ്പോൾ, മരണകത്തങ്ങൾ പതിച്ചു പോകാതെ യോർദാനിൽ വിശ്വാസത്താൽ കാലുവെച്ചപ്പോൾ, നിനക്ക് വേണ്ടി അതിശയമായി വഴിതുറന്നു തന്നപ്പോൾ, ദൈവത്തിന്റെ പ്രവർത്തിക്കുന്നയോളം അതിശയമായി പ്രാപിച്ച ദൈവത്തിന്റെ മക്കൾ പ്രാപിച്ച നന്മ ഇങ്ങനെയല്ല തിരിച്ചു മറുപടി കൊടുക്കുന്നത്. ഈ ബലവാനായിരുന്നതിന്റെ കരുത്ത് കൊണ്ടല്ല, ദൈവം നിനക്ക് നൽകിയതായ ഈ അതിശയമായ വഴികൾ നിമിത്തമാണ്. അതിശയകരമായി ദൈവം നിനക്ക് വെട്ടിത്തുറന്ന വഴികൾ നിമിത്തമാണ് നീ ഇന്നായിരിക്കുന്ന നിലയിലേക്കായിരിക്കണമെന്ന് ഇവരിക്കലും മറന്നു പോകരുത്. അതിനപ്പുറത്തായി നീ കടന്നു ചെല്ലാൻ പാടില്ല. എന്ത് സംഭവിച്ചു? അവന്റെ മകനായ യോധ 27-ാം അധ്യായത്തിൽ അവൻ ആലയത്തിൽ കടന്നില്ല. അവൻ ആലയത്തിൽ കടക്കാൻ ഇതിന്റെ കാരണം പിതാവ് ആലയത്തിൽ കടന്നു. അത് കാരണം അവൻ ദോഷം ചെയ്ത് ഇപ്പോഴും മുറിക്കട തടച്ചിട്ടിരിക്കുന്നതെന്നുണ്ട്. അവൻ ആലയത്തിൽ, അവൻ മരണശേഷത്തിൽ അവൻ ആലയത്തിൽ കടന്നില്ല. ഉലിയാവിന്റെ മകൻ യോധാൻ. നിങ്ങൾ തുറന്ന യോധാവിന്റെ മകൻ എന്ത് സംഭവിച്ചു? ആഹാബ് രാജാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവൻ അത് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. അവൻ ആലയത്തിന്റെ 28-ാം അധ്യായം 24-ാം വാക്യം. ആഹാബ് ദേവാലയത്തിലെ ഉപകരണങ്ങളെ എടുത്തു, ദേവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു, യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ അടച്ചു കളഞ്ഞു. ഒരുവൻ ആലയത്തിൽ നിന്ന് പുറത്തുപോയി, മകൻ ആലയത്തിൽ ഒരിക്കലും പ്രവേശിച്ചില്ല. അവന്റെ മകൻ ദൈവത്തിൽ സ്വന്തം ആലയം കൂട്ടി താക്കോലും കൊണ്ട് വീട്ടിൽ പോയി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ഭയങ്കരെ നീ വിചാരിക്കുന്ന ഒരു ചെറിയ അനർത്ഥം മതി, ഒരു ചെറിയ തെറ്റുമത്തിന്റെ ജീവിതത്തിൽ തലമുറയായി നിലനിൽക്കുന്നതായ പ്രതിസന്ധിയിലേക്ക് കടന്നു പോകാൻ ഇതിനകത്ത് ഞങ്ങൾ വിവരിക്കുന്നില്ല. ഇസ്ഥാന ഭയത്താൽ ഞങ്ങളുടെ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ 430 സംവത്സരം ഇസ്രായേലും കനാനിലും പോലെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ചിലർക്ക് 400 സംവത്സരം എന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ ഇസ്രായേലിലും കനാനിലും കൂടെ 430 സംവത്സരം അടിമകളായി തീരാനുള്ള കാരണം എന്താണ്? ഒരു യാഗമർപ്പിച്ച സമയത്ത് ദൈവത്തിന് സ്തോത്രം അബ്രഹാമിന് മയക്കം പിടിച്ചു വാങ്ങി, ഉടലുകളിന്മേൽ റാഞ്ചൻ പക്ഷി വാങ്ങി. ദൈവം നമ്പുരാൻ അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 വർഷങ്ങൾ പ്രവാസികളായി ജീവിക്കും, അടിമകളായി ജീവിക്കും. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഒരു ലക്ഷ്യം ചെയ്തിരുന്നില്ല. ഒരു ആരാധനയിൽ ഒരല്പം മയക്കമുണ്ടായതേ ഉള്ളൂ. ഞാൻ പറയുന്ന മനസ്സിലാക്കും ദൈവമക്കൾ. കൈയെടുത്ത് ദൈവത്തെ കുറിച്ചോണം. ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ ഇതിന്റെ ആരാധന ശ്രേഷ്ഠമായിരിക്കണം. ഇതിന്റെ ആരാധനയുടെ സ്തോത്രസ്വരങ്ങൾ ശബ്ദമുയർത്തിയായിരിക്കണം. ഈ ആരാധനയ്ക്ക് ഭാഗമാക്കാവുന്നത് എന്തും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഉത്സാഹത്തോടെ ചെയ്യുവാൻ ദൈവത്തെ കടപ്പെട്ടവരാണ്. ഈ ആരാധന അല്പമനഭാവം കാണിച്ചാൽ അത് വലിയ വിവരമായ വിദ്യാഭ്യാസങ്ങൾക്ക് കാരണമായി തീരുമെന്നുള്ള കാര്യം ദൈവത്തെ മറന്നു പോകരുത്. ജയം 1000 തലമുറ വരെ ജയ കാണിക്കുന്നവരാണ് എന്റെ ദൈവം. അതുകൊണ്ട് ദൈവത്തെ ഭംഗിയായി ആരാധിക്കാൻ തുടങ്ങിയാൽ, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയാൽ, അൺഎക്സ്പെക്ടഡായി നിന്നെക്കുറിച്ച് ദൈവത്തിന് ചില വിളികളുള്ളതുകൊണ്ട് ചില ബ്രാക്കറ്റും പീരീഡിൽ ആക്കുമെന്നുള്ളത് ശരിയാണെങ്കിലും വിശുദ്ധന്മാരായ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ ഐശ്വര്യമായി ആരാധിച്ചവരെ ദൈവം അനുഗ്രഹിക്കും. എല്ലാ വിശുദ്ധന്മാരുടെയും ജീവിതത്തിൽ പരമ്പറ്റിക്കൽ പീരീഡ് എന്ന് ബൈബിൾ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ബ്രാക്കറ്റ് കാലയളവുണ്ട്. ആ ബ്രാക്കറ്റ് കാലയളവ് വളഞ്ഞായിരിക്കുന്ന 2 വശം. ബ്രാക്കറ്റ് അറിയാമല്ലോ. ഈ ബ്രാക്കറ്റ് കാലയളവ് ആണ് മുമ്പേ ദേവദാസൻ പറഞ്ഞത്. യോസേഫിന്റെ ജീവിതത്തിൽ ബ്രാക്കറ്റ് കാലയളവ് ഉണ്ടായിരുന്നു. ദാനിയേലിന്റെ
ജീവിതത്തിൽ ബ്രാക്കറ്റ് കാലയളവ് ഉണ്ടായിരുന്നു. അതെ, യാക്കോബിന്റെ ജീവിതത്തിൽ ബ്രാക്കറ്റ് കാലയളവ് ഉണ്ടായിരുന്നു. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പിതാക്കന്മാരെ ഏവരെയും എടുത്തു നോക്ക്, ഒരു ബ്രാക്കറ്റ് കാലയളവിനുള്ളിൽ അവർക്ക് ചില പ്രത്യേകതകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് ശരിയാണ്. എന്നാൽ സഹോദര, ഇന്നും ഈ ബ്രാക്കറ്റിനകത്ത് നിങ്ങൾ നിർത്തിക്കൊണ്ട് വരുത്തില്ല. ഒരു ദിവസം ബ്രാക്കറ്റിന്റെ വളയം പൊട്ടിച്ച് ദൈവം നമ്പുരാൻ ഇനി അപ്പുറത്തേക്ക് കടത്തി മുമ്പേ ദൈവദാസൻ പറഞ്ഞതുപോലെ ജയിലിന്റെ ബ്രാക്കറ്റ് മാറി, ഒട്ടങ്ങളുടെ ബ്രാക്കറ്റ് മാറി, ഒത്തിപ്പേരുടെ പരിഹാസം മാറി, ഇരകളുള്ള വാർഡുകളുടെ പ്രയാസങ്ങൾ മാറി, ഒരു രാജകുമാരത്തിലേക്ക് സന്തോഷമായ ഏറ്റുവാൻ സർവശക്തനായ ദൈവം ബലം നൽകും. അവിടെ അങ്ങോട്ട് ഞാൻ മുഖപടി അവസാനിപ്പിക്കുകയാണ്. അർക്കിയ രാജാവ് ഭരണം തുടങ്ങിയപ്പോൾ ഇസ്രായേലിന്റെ ചരിത്ര രാജാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ രാജാക്കന്മാരെ കുറച്ചുപേരെ കുറിച്ച് എഴുതിയിരിച്ച് അവൻ യഹോവയ്ക്ക് പ്രസാദമായത് ചെയ്തു, ഏകാഗ്ര ഹൃദയത്തോടെ അന്നതായി ചെയ്യുന്നു. ഒരു രാജാവിനെ കുറിച്ച് ദൈവത്തിന്റെ ഉന്നത്തിൽ എഴുതിയിരിക്കുന്നത് ആർക്കും പ്രയോജനമില്ലാത്തവനായി കടന്നുപോയി. ദൈവവേദന നിന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന അങ്ങനല്ല. ഈ പലർക്കും പ്രയോജനപ്പെടുന്ന ദൈവത്തിന്റെ വൈദ്യനാണ്. ആരെ വീയ ഈ സഭയ്ക്കകത്ത് പ്രയോജനപ്പെടുന്ന ദൈവത്തിന്റെ വൈദ്യനാണ്. ഇതിന്റെ കുടുംബത്തിൽ പ്രയോജനപ്പെടുന്ന ദൈവത്തിന്റെ വൈദ്യനാണ്. ആരാധനയിൽ പ്രയോജനപ്പെടുന്ന ദൈവത്തിന്റെ വൈദ്യനാണ്. ഇതിന്റെ പാട്ടും പ്രാർത്ഥനയും ഉപവാസവും ഇതിന്റെ ഭാഷണവും വ്യാഖ്യാനവും ദൂതും വെളിപ്പാടുകളും ഒക്കെ സഭയ്ക്കും പ്രയോജനപ്പെടുന്ന ദൈവവേദനാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലായി? ഇതിന്റെയൊരാശയം ആശ പൂർത്തീകരിക്കണം. ആർക്കും പ്രയോജനമില്ലാത്തവനായി കടന്നുപോയി. രാജാക്കന്മാരുടെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തില്ല. എന്നാൽ അനേക രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ചെയ്തു, പക്ഷെ ഏകാഗ്രതയോടെയല്ല. ചെയ്യുന്നുണ്ട്, നമ്മൾ പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഏകാഗ്ര ഹൃദയത്തോട് എത്ര പേർ ചെയ്യുന്നുണ്ട്? അപ്പം ഏകാഗ്ര ഹൃദയത്തിൽ ഒരു സ്വാത്രം കേട്ടാൽ അറിയാം. ഏകാഗ്ര ഹൃദയത്തിൽ നിന്ന് പറയുമ്പോൾ ഹല്ലേലൂയയുടെ ശബ്ദം കേട്ടാൽ അറിയാം. ഏകാഗ്ര ഹൃദയത്തിൽ നിന്ന് പറയുന്നതായ അത് ഒരു ദൂരി ഞാൻ പറഞ്ഞാൽ അത് ഏകാഗ്ര ഹൃദയത്തിൽ നിന്നാണോ എന്ന് കേൾക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏകാഗ്ര ഹൃദയത്തിൽ നിന്നാണ് എന്റെ പാട്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത് ഞങ്ങൾക്ക് പറയാൻ പോയാൽ 100 പൈസ പണിയില്ലാതെ വരും. നിങ്ങളുടെ ദൈവത്തിന്റെ ദാസനായ വത്സനപ്രമാണം ഇവിടെ കടന്നു വന്ന സമയത്ത് പ്രസംഗിച്ച ഒരു ആലോചന കേട്ടയാണ് ദൈവത്തിന്. അദ്ദേഹം സംഗീതത്തെ കുറിച്ചാണ് പറഞ്ഞത്. ദൈവത്തിന് ലവപ്രശസ്തനായ ഗായകൻ 85 വയസ്സുള്ള സമയത്ത് പ്രശസ്തനായ ഒരു പത്രക്കാരൻ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തു. ഇന്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് ഇപ്പോഴും എന്താണ് മണിക്കൂർ കണക്ക് 8 മണിക്കൂറോളം അങ്ങ് എന്താണ് ഇപ്പോഴും ഇത്രയും പ്രായമായ സമയത്ത് വിശ്വസിക്കാതെയാണ് അങ്ങ് ഇത്രയും പ്രായമായ സമയത്ത് ദിവസവും അങ്ങ് പ്രാക്ടീസ് ചെയ്യുന്ന എന്തിനാണ്? പലപ്പോഴും കുടിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തോട് പത്രലേഖകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, 1 മണിക്കൂർ ഞാൻ പ്രാക്ടീസ് ചെയ്യാതെ പൊതുസ്ഥലത്ത് നിന്നാൽ എനിക്കറിയാം എന്റെ കുറവെന്താണ്. 7 ദിവസം ഞാൻ പ്രാക്ടീസ് ചെയ്യാ ജനത്തിനിടയിൽ നിന്നാൽ എന്റെ ചുറ്റുപാട് പോകുന്ന ആളുകൾക്കറിയാം എന്റെ കുറവ് എന്തായിരുന്നു. 1 മാസക്കാലം ഞാൻ പ്രാക്ടീസ് ചെയ്യാതിരുന്നാൽ ഓഡിയൻസിനറിയാം എന്റെ കുഴപ്പം എന്താണ്. അത് മനസ്സിലായ ദൈവങ്ങൾക്കായി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. സഹോദര, ഈ നന്നായി ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയുടെ പരിചയമുള്ള ദൈവത്തിന്റെ മൈതൽ ആരാധനയ്ക്ക് വേണം ഒരു പരിചയം. പരിചയമില്ല ആരാധനയിൽ. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ കാണാൻ അന്യഭാഷ പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്. നിന്റെ പാട്ടും പ്രാർത്ഥനയിലും ഒക്കെ ഒരു പ്രാക്ടിക്കൽ ലൈഫുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങളെ തുടങ്ങിയതല്ല നിന്റെ ആരാധന. നിന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ദൈവം. ദൈവം ഭാഷയോട് പറഞ്ഞു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. ദൈവം അടുത്തറിയുമ്പോൾ നീ പാത്രം പറയുന്നവരാണ്, ഹല്ലേലൂയ പറയുന്നവരാണ്, പ്രബോധനം പറയുന്നവരാണ്, പ്രസംഗിക്കുന്നവരാണ്. അടുത്തറിഞ്ഞ നിന്റെ കുറവ് ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങൾ ആരാധനയുടെ അളവ് കുറഞ്ഞു, സ്വാസ്ഥ്യത്തിന്റെ അളവ് കുറഞ്ഞു, പാട്ടിന്റെ അളവ് കുറഞ്ഞു, മധ്യസ്ഥ പ്രാർത്ഥനയുടെ അളവ് കുറഞ്ഞു. ഈ കുറഞ്ഞിരിക്കുന്നത് ഒന്നുകിൽ നിനക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ അടുത്തു നിൽക്കുന്നവർക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ സഭയ്ക്ക് മനസ്സിലാകും.
എന്തൊരു വ്യത്യാസം ദൈവമക്കളെ ഈ ദിവസങ്ങൾ പ്രാക്ടിക്കലായിട്ട് സാധിച്ചില്ല. എത്ര ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. അത് പോകട്ടെ. ഹിസ്കിയാവ് ചെയ്യുന്നത് മണ്ഡപത്തിന്റെ വാതിലടച്ച്, മണ്ഡപം ആലയത്തിന്റെ മണ്ഡപമാണ്. ഈ വാതിൽ പിടിച്ച് അടക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയാം, നാമും ആലയമാണ്. നമ്മുടെ ആലയത്തിന്റെ ഹൃദയവാതിൽ നാം പിടിച്ച് അടയ്ക്കുകയാണ്. ദൈവത്തിനെതിരായി ആലയവാതിൽ അടച്ചിട്ടുള്ള ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നില്ല. ദൈവം പ്രവർത്തിക്കെതിരായി ആലയവാതിൽ അടച്ചിട്ടുള്ള ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ മടങ്ങി വരാൻ, ആലയം മലക്ക തുറക്കാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രിയോട് ഉപദേശം പറയുക. ഇതാ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ദൈവമായിട്ടൊരു കൂട്ടായ്മയുടെ അത്താഴമില്ലെങ്കിൽ എന്തോ ജീവിതമാണ്. മനുഷ്യനുമായി കൂട്ടായ്മയില്ലെങ്കിൽ പാടില്ല. കൂട്ടായ്മയില്ലെങ്കിൽ താരമില്ല. നിന്റെ രാത്രിയുടെ യാമങ്ങളിൽ അവയെ വെളുപ്പാകാലങ്ങളിൽ അർദ്ധരാത്രിയുടെ യാമങ്ങളിൽ ദൈവവുമായി കൂട്ടായ്മ ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ദൈവത്തിന്റെ രാത്രിരാത്രന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ ദൈവത്തെ വിളിച്ച് ജീവിക്കുന്ന പായിലോട്ട് ഒട്ടിക്കൊണ്ടു വന്നിട്ടുള്ള അനേക പ്രിയപ്പെട്ടവരിനകത്തുണ്ട്. രംഗത്താശയം അല്ലെങ്കിൽ ഈ കഷ്ടങ്ങൾ അവർ നിലയെ നിൽക്കുകയില്ലായിരുന്നു. ദൈവം അവരോട് സംസാരിച്ചു. ദൈവം അവരോട് ഇടപെട്ടു. ദൈവം അവർക്ക് വേണ്ടി ആലോചനകളെ നൽകി, വെളിപ്പാടുകൾ നൽകി, ദർശനങ്ങളെ നൽകി ദൈവത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വാതിലടയ്ക്കരുത്. രണ്ടാമത് എന്താ ചെയ്യുന്നത്? 7-ാം വാക്യത്തോടെ വായിച്ച് ശ്രദ്ധിക്കണമേ. വിളക്ക് കെട്ടതല്ല. കെട്ടതാണെങ്കിൽ കാറ്റടിച്ച് കെട്ടതാണെന്ന് പറയാം. വിളക്ക് എന്തോ ചെയ്തു? കെടുത്തിക്കളഞ്ഞു. വിളക്ക് കെടുത്താൻ പല കാരണങ്ങളുണ്ട്. ഊടിക്കെടുത്താം, ദൈവത്തിന് സ്തോത്രം. കാറ്റടിച്ചാൽ കിടാം, പലവർ അകന്നുപോയെങ്കിൽ കിടാം, എണ്ണ ഇല്ലെങ്കിൽ കെട്ടുപോകാം. ഇതിലേത് കുഴപ്പമാണ്ടാണ് നിന്റെ വിളക്ക് കത്താത്തതെന്ന് ഇത് രാത്രി ഓർത്തോളണം. മനഃപൂർവ്വമായി വിളക്ക് കെടുത്തിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, എണ്ണയില്ലെങ്കിൽ മടങ്ങി വരവ്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലേക്ക് ഒരു മടങ്ങി വരവ് ദിവസങ്ങൾ ആവശ്യം. ഇരിക്കുന്ന പലരെ കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. അന്യഭാഷ പറയാൻ മാത്രമല്ല, ഇതിനെ ആത്മാവിൽ നിറച്ചത്. ആത്മാവിൽ ചൂട് പിടിച്ചറിയാൻ അറിയിക്കാൻ ശക്തിയുള്ള ദൈവത്തിന്റെ മക്കളിവിടെ ഉണ്ട്. അഭിഷേകം പ്രാപിച്ച് നിയോഗം ചെയ്യാൻ അവരെ ദൈവമാക്കിയിരിക്കുന്നതിനകത്തുണ്ട്. പ്രവാചകൻ വിളിച്ചു പറഞ്ഞെങ്കിലേ നിങ്ങൾ സമ്മതിക്കത്തുള്ളൂ എന്ന് എനിക്കറിയാം. എന്നാൽ എന്റെ രാത്രി ഞാൻ ദൂരിനമുള്ള വിളിച്ചു പറയട്ടെ, ഇതിനകത്ത് വിളിക്കപ്പെട്ട അനേക ദൈവമക്കളുണ്ട്. അവർ ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ച്, അഭിഷേക ശക്തി പ്രാപിച്ച് വലിയവരായി ദൈവം ഈ ദിവസമെല്ലാം ഗ്രഹിക്കുന്നുണ്ട്. ഒരു ചിത്രശലഭം പുറത്തു വരണമെങ്കിൽ ആദ്യം പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകർക്ക് അറിയാം, പഠിച്ചുള്ള കുഞ്ഞുങ്ങൾക്ക് അറിയാം. മുട്ട എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. മുട്ട, പിന്നെ പുഴു, കുറച്ചുകൂടെ കഴിയുമ്പോൾ പ്യൂപ്പ എന്ന് പറയും, കൊക്കൂൺ പോലെ. മുട്ട കഴിഞ്ഞ് പുഴുവായി, പുഴു വിരിഞ്ഞ ദൈവത്തിന് സ്തോത്രം. ഈ കൊക്കൂണിനകത്ത് കയറി കുറച്ചു ദിവസം അതിന് സമാധി ചെയ്യുന്ന മറ്റോ പഠിച്ചപ്പോൾ ഞാൻ ഓർക്കുന്നത്, അതിങ്ങനെ കിടക്കും. കുറച്ചു ദിവസം കഴിയുമ്പോൾ ഈ സമാധി ദിശ പൊട്ടി അതിൽ വർണ്ണശബളമായ ചിത്രശലഭം പുറത്തേക്ക് വരും. ഈ ദിവസങ്ങൾ ഒരു വർഷമെങ്കിൽ കഷ്ടങ്ങളിലൂടെ കടന്ന് ആരോടും ഒന്നും ഇടാൻ കഴിയാത്ത വിധത്തിൽ ഏകദേശം ഒരു സമാധിയുടെ അനുഭവത്തിലാണ് ഞാനിരിക്കുന്നതെങ്കിൽ ഈ കഷ്ടങ്ങൾ എത്രയും വേഗം തീരും, ഈ പ്രതിസന്ധി എത്രയും വേഗം തീരും. ഈ കൂടപെട്ടിട്ട് ഭയപ്പെടാൻ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും ഒരു ചിത്രശലഭമായി പറന്നു നടക്കുന്ന അനുഭവത്തിലേക്ക് സർവശക്തരായ ദൈവം ഈ ആക്കിയെടുക്കണമെന്ന് യാതൊരു സംശയമില്ല. അത് വിശ്വസിക്കുന്ന ദൈവങ്ങൾ സമയം ദൈവത്തെ ഈ അവസ്ഥയുടെ വ്യത്യാസം ഈ ദിവസങ്ങളിൽ തമ്മിൽ നദിയാകും. ഞാൻ ഞാൻ ഒരു നാളെ വിളക്ക് കിടത്തിക്കളഞ്ഞത് എന്നോട് ക്ഷണിക്കണമെന്ന് ദൈവത്തോട് ആരും പ്രാർത്ഥിക്കും. അവരെ ദൈവത്തിന്റെ രാത്രികാലം സ്പർശിക്കട്ടെ. ദൈവത്തിന്റെ ഒരു കോഴിയില് ദൈവത്തിന്റെ ഒരു
വായിക്കാം. അതേ വേദഭാഗം തന്നെ ഒന്ന് വായിച്ചേ. വിശുദ്ധ മന്ദിരത്തിൽ ഇസ്രായേലിന്റെ ദൈവത്തിന് ധൂപം കാണിക്കാതെയും. എന്താ ധൂപം? വായിക്കാം. 141 പ്രകൃതം 2 വാക്യം, വെളിപ്പാട് പുസ്തകം 5:7. ഈ 2 വാക്യങ്ങൾ ചേർത്ത് വായിക്കാട്ടെ. ധൂപം എന്താണ്? അപ്പോൾ ധൂപം എന്ന് പറയുന്നത് എന്റെ പ്രാർത്ഥന തിരുത്തലിനും ധൂപമായും എന്റെ കൈകളെ വളർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. അപ്പൊ ധൂപം എന്താണ്? പ്രാർത്ഥനയാണ്. ഒരുപാട് 5:7 വായിക്കാം. അവൻ വന്ന് സിംഹാസനത്തിലിരിക്കുന്നവന്റെ വലം കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി. അതിലേറെ വിഷയം. വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെന്ന ധൂപകർപ്പവും നിറഞ്ഞ പൊൻകലശവും എടുത്ത് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. പറയാൻ സമയമില്ല. അപ്പോൾ പ്രാർത്ഥന മുടക്കിയിട്ടിലേക്ക് ഈ ആലയത്തിൽ പ്രാർത്ഥനയില്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ ധൂപം ഇപ്പോൾ വീഴുന്നില്ല. ഏത് ധൂപം? പ്രാർത്ഥനയാകുന്ന ധൂപം ഉയരുന്നില്ല. ഇവരാത്രികാലം പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, സഭയിലും സഭാന്തരീക്ഷത്തിലേക്ക് പ്രാർത്ഥന ഉണ്ടായിരിക്കാം. ഇതിനെ ജീവിതത്തിലെ ഒരല്പസമയം പാലിത്ത് മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? രക്തസാക്ഷ്യം. അതുകൊണ്ട് എല്ലാ വിഷയത്തിലും നിനക്ക് സമയമുണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ ഇല്ലാത്ത സമയം നീ ഉണ്ടാക്കുന്നുണ്ടാകാം. എന്നാൽ ഒരു 15 മിനിറ്റ് ദൈവത്തിന് ബോധമെടുത്ത് പ്രാർത്ഥിക്കാൻ ഒരു തീരുമാനം ഇന്ന് രാത്രി എടുക്കണമെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ വിജയം. പ്രാർത്ഥനയുള്ള ദൈവത്തിന്റെ മക്കളെ പിശാചിനെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ഉരുവിട്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. ദൈവവാഗ്ദത്തങ്ങളെ ഉരുവിടാതെ പ്രാർത്ഥിക്കരുത്. നിന്റെ വിഷയം ഏതോ അതിന്മേൽ ഒരു വാഗ്ദത്തം അങ്ങോട്ട് എടുത്തു വെക്കണം. രോഗിയാണെങ്കിൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. എന്റെ ദൈവമേ, നിന്റെ വാഗ്ദത്തം എന്റെ മേൽ നിവർത്തിക്കണമേ. അത്ര പേർക്ക് വിശ്വാസമുണ്ട് വചനത്തിൽ. ദൈവനാമത്തിന്റെ മഹത്വമുണ്ടാകട്ടെ. ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണെങ്കിൽ കർത്താവേ, നിന്റെ വചനം പറഞ്ഞ് ബുദ്ധിമുട്ടൊക്കെ പൂർണ്ണമായി തീർന്നു തരാമെന്ന് അതിന്റെ വാഗ്ദത്തമാണ്. ഈ ആവശ്യങ്ങളെ സ്തോത്രത്തോട് അറിയിക്കണമെന്നുള്ളൂ നിന്റെ വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്തങ്ങൾ കൈവച്ചുകൊണ്ട് ഇവരാത്ത ദൈവത്തിന് നമുക്ക് പ്രാർത്ഥിക്കണം. എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ ഭൂമിയെ അവകാശമാണ്. ദൈവത്തിന് സ്തോത്രം. ആത്മാക്കളെ അവകാശമാക്കി തരാൻ സർവശക്തനായ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് സത്യസനമായിട്ട് ഞാൻ ധ്യാനിച്ചു വന്നതല്ല, കർത്താവിന്റെ ദാസം ധ്യാനിച്ചു വന്നതാണ്. ദൈവത്തിന്റെ മക്കൾ ഓർക്കണം, വാഗ്ദത്തങ്ങൾ വിശ്വസ്തനാണവൻ. ആത്മാക്കൾക്ക് വേണ്ടി ദൈവമക്കൾ ദിവസങ്ങളിലൊന്ന് പ്രാർത്ഥിക്കണം. കർത്തൃമേശം വഹിക്കുമ്പോൾ അവസാന സമയം ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന പ്രാർത്ഥനയല്ല. ഇടവേളകളിൽ അല്പസമയം ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കാൻ ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ കഴിഞ്ഞ് ആത്മാക്കളെ ദൈവം വിശ്വാസനാണ്. അയ്യത്തിൽ നമുക്ക് ദൈവത്തെ രക്ഷിക്കാം. പരാജയങ്ങളെ കണ്ടുകൊണ്ടു വേണം ഇവിടെ നിന്ന് മടങ്ങിപ്പോകാൻ. 4ാമത്തെ പരാജയം, അവർ യാഗം അർപ്പിച്ചില്ല, എല്ലാം അടച്ചുകൂട്ടിയിട്ട്. എന്താണ് യാഗം? എബ്രായ ലേഖനം 13:18 വാക്യങ്ങൾ ഉദ്ധരിക്കാതെ പറയാം. 13:15 ഇങ്ങനെയാണ് വായിക്കുന്നത്. അതുകൊണ്ട് അവൻ മുഖാന്തരം ദൈവത്തിന്റെ അവന്റെ നാമത്തെ ഏറ്റു പറയുന്ന അതരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ ഇതൊരു സ്തോത്രം പറഞ്ഞ അതിന്റെ അർത്ഥം ദൈവനാമത്തെ ഏറ്റു പറയും. സ്തോത്രം പറയുന്ന പല ഗുണമുണ്ട്. ദൈവനാമത്തെ ഏറ്റു പറയുക. 50 പ്രാവശ്യം സ്തോത്രം പറഞ്ഞെങ്കിൽ 50 പ്രാവശ്യം ദൈവനാമത്തെ ഏറ്റു പറയും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ പൈതലിൽ സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ ഏതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആകെ സ്തോത്രങ്ങൾ അർപ്പിപ്പാൽ, സ്തോത്രങ്ങളുടെ സ്വന്തമാണ് ആരാധന. ആരാധന അർപ്പിപ്പാൽ ഇവരാധന നമ്മളെ സമർപ്പിക്കുക. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഇതെല്ലാം കഴിഞ്ഞ ശേഷം വാതിൽ തുറന്നു. ധൂപമർപ്പിക്കാൻ ആളുകളെ നിർത്തി, യാഗമർപ്പിക്കാൻ ആളുകളായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് വിളക്കൊക്കെ കത്തിക്കാൻ
ദൈവം 11-ാം വാക്യത്തിൽ പറഞ്ഞു, എന്റെ മക്കളെ ഇപ്പോൾ നിങ്ങൾ ഉപേക്ഷ വിചാരിക്കും. രാത്രി 15 ദൈവത്തിന്റെ മക്കളോട് ദൈവത്തിന്റെ ആത്മാവിൽ വിളിച്ചു പറയാനുള്ള സത്യമുണ്ട്. എന്റെ മക്കളെ ഇപ്പോൾ നിങ്ങൾ ഉപേക്ഷ വിചാരിക്കരുത്. തന്നെ ശുശ്രൂഷിക്കുന്നതിനും തന്റെ സഭയെ ധൂമർപ്പിക്കുന്നതിനും യഹോവ വേറെ കുറച്ചു പേരെ തെരഞ്ഞെടുത്തിരിക്കുന്നതല്ല, യഹോവ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. രാത്രി ഈ യോഗത്തെ സംബന്ധിക്കുന്ന എന്നെയും നിങ്ങളെയുമാണ് ദൈവം ഈ ശുശ്രൂഷ ഫലമേൽപ്പിച്ചിരിക്കുന്നത്. അവരുടെ ഇംഗ്ലീഷ് വാചകം ശരിക്ക് പറഞ്ഞാൽ ക്രൈസ്തവ ജനത്തെ ആരാധനയിലേക്ക് നടത്തുവാൻ യഹോവ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മുടെ